ഹായ് നമസ്കാരം. M5ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഈ ഒരു നല്ല സമയത്ത് നിങ്ങളോടൊപ്പം ഗസ്റ്റായും ഹോസ്റ്റായും ഒക്കെ ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് കുറേ ഓണവിശേഷങ്ങളും ഓണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകളും ഒക്കെ ആയിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന, നമ്മളേറെ ബഹുമാനിക്കുന്ന പ്രിയ അഭിനേത്രി ഉമ നായരാണ്. നമസ്കാരം ഉമ. നമസ്കാരം. വളരെ സുന്ദരിയായിട്ട് ഓണത്തിൻ്റെ എല്ലാ എസൻസും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓണത്തിന്റെ ആക്ച്വലി ഏറ്റവും വലിയ സന്തോഷം സെറ്റ് സാരി കൊടുക്കുക, വയ്ക്കുക, ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങളിൽ ഒന്ന്. അതെ അതെ. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് കൊണ്ടുവരുന്നത് അല്ലേ. നമ്മളിനി എത്ര ഡെസ്പാണെങ്കിലും ഓണം അല്ലെങ്കിൽ ചിങ്ങം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം വരും, ഒരു പ്രതീക്ഷ ഉണ്ടാവും അല്ലേ. എന്താണ് ഉമ്മയുടെ കാഴ്ചപ്പാട്? ഓണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വിശേഷം, അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ട് ഇങ്ങോട്ട് എന്തെല്ലാം വിശേഷങ്ങൾ കലാകാരന്മാരെ സംബന്ധിച്ച് ഓണം എന്ന് പറയുമ്പോൾ പറയണ്ടല്ലേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമായിരിക്കും, കാലം മാറുന്തോറും എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക, ഊഷ്മളത ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. കാരണം മുമ്പ് മഴ കാണുമ്പോൾ സന്തോഷവും ഇപ്പം മഴ കാണുമ്പോൾ സങ്കടവും പേടിയുമാണ്. അതുപോലെ തന്നെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു വിഷമവും അതിൻ്റെ ഒരു മാനസികാവസ്ഥ എനിക്കും ഉണ്ട്. കാരണം നമ്മളും കേരളത്തിൽ കേരളത്തിൻ്റെതായ മാത്രം തനതായ വിശേഷങ്ങളുമാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ മാനസികമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മുൻപൊക്കെ എന്ന് പറയുമ്പോൾ ഓണം വരുന്നതിന് ഒരു മാസം മുൻപേ വീട്ടിലെ അമ്മമ്മ അവരെല്ലാവരും അച്ചാറിടും, ഇഞ്ചി വെച്ച് വയ്ക്കും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് വയ്ക്കും. പ്രിപ്പറേഷൻസ് നേരത്തെ തുടങ്ങും. നമ്മളും മെല്ലെ മെല്ലെ അതിനകത്തേക്ക് ഇറങ്ങി നിൽക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ളതെല്ലാം സങ്കടം നിറഞ്ഞൊരവസ്ഥയും നമുക്ക് ഒട്ടും ഇപ്പം നമ്മുടെ കൂടെ ഇപ്പം എൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ പലരും ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവരുണ്ട്. പിന്നെ കൂടെ നിന്നവരുണ്ട്, ഇപ്പോഴും ജീവനോടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അറിയാവുന്നവരും അറിയാത്തവരുമായ ഒരുപാട് പേര് നമ്മളോടൊപ്പം ഇല്ല. നാളെ നമ്മളുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു ഭയം എപ്പോഴോ പണ്ടത്തെ മാനസികാവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്നു. ശരിയാണ്. 2017 കഴിഞ്ഞപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മാസം ഒരു പേടി സ്വപ്നമാണ്. അതെ അതെ. അപ്പോൾ എല്ലാ ഓണത്തിനും ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഓണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. അടുത്ത പ്രശ്നം എന്താ വരാൻ പോകുന്നത്, ഒരു വിഷമം, ഒരു ടെൻഷൻ. പണ്ടതല്ലല്ലോ നമ്മൾ ശരിക്കും എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം ഒന്ന് 10 ദിവസത്തെ ലീവ് കിട്ടും, രണ്ട് നമുക്ക് പിന്നെ നമ്മൾ പഠിക്കാൻ പറയത്തില്ല, നമുക്കിങ്ങനെ ഊഞ്ഞാലാടാം, കളിക്കാം, ഇങ്ങനെ എന്താ പറയുക, പാറി പറന്ന് നടക്കാം, അത്തപ്പൂ ഇടാം, പിന്നെ ക്ലബ്ബുകളിലൊക്കെ പ്രോഗ്രാമുകൾ കാണാം, ആ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാം, പ്രൈസ് വാങ്ങിക്കാം. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സദ്യയോടുകൂടി ഒരു ഓണത്തിൻ്റെ എൻഡാണ്. പക്ഷേ ആ ഒരു മാനസികാവസ്ഥ എനിക്കൊന്നും എൻ്റെ മക്കൾക്കൊന്നും ഒരിക്കൽ പോലും, എൻ്റെ ജനറേഷൻ വരെ ഉള്ളവർക്കായിരിക്കും ഈ ഫീലിങ്സ് എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷമുള്ള ഇപ്പം എൻ്റെ മക്കൾ ഒരിക്കലും അവർ ക്ലബ്ബിലെ പ്രോഗ്രാം കണ്ടിട്ടില്ല. അവർ 10 ദിവസം നാട്ടിൻപുറത്ത് എല്ലായിടത്തും ഓടി നടന്ന് എല്ലാവരുമായിട്ടും കളിച്ച് പങ്കുവെച്ച് സന്തോഷത്തോടെ നിന്ന് അടുക്കളയിൽ കയറി അമ്മൂമ്മയെ ശല്യം ചെയ്ത് അവിടുത്തെ കറികളെടുത്ത് കട്ട് കഴിച്ച് ഇങ്ങനെയുള്ളൊരു മാനസിക അവർ ജീവിതത്തിൽ ഒരിക്കലും കുട്ടികൾക്ക് എന്നും ഓണമാണ് അല്ലേ. അവർക്ക് പ്രത്യേകതയില്ല. കാരണം നമുക്കിപ്പോൾ നമ്മുടെ വീടുകളിൽ എല്ലാവരും അത്യാവശ്യം വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ അത്രയും സദ്യയും പായസവും ഒക്കെ ഒരുക്കി ഭയങ്കര ഗംഭീരമായൊരു ഊണ് കഴിക്കുന്നത് പോലും വിശേഷ ദിവസങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് വളരെ ചുരുങ്ങിയ രീതിയിലായിരിക്കും. പിന്നെ ഓണക്കോടി നമുക്ക് യൂണിഫോം ആയിരിക്കും, അല്ലെങ്കിൽ അല്ലാതെ അതായത് ഒരുപാട് വസ്ത്രങ്ങൾ ഒരു വീടുകളിലും അങ്ങനെ ഉണ്ടാവില്ല. വിശേഷ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഓണക്കോടി കിട്ടുക എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ മക്കൾക്ക് അവർക്ക് എന്തിനാ ഓണക്കോടി? അവർക്ക് എപ്പോഴും അവർ പുതുമകളോടുകൂടി ഡേ ബൈ ഡേ അവർ ആസ്വദിച്ച് ജീവിക്കുകയാണ്. അത് നല്ലതാണ്, ഇല്ലെന്നല്ല ഞാൻ പറയണത്. പക്ഷേ എങ്കിലും നമ്മൾ അനുഭവിച്ചൊരു എന്താ പറയുക, ഒരു ലാളിത്യം നിറഞ്ഞൊരു നൈർമല്യം നിറഞ്ഞൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് ഈ ജനറേഷനിൽ ഇല്ല. നമ്മൾ പറയുമ്പോൾ പോലും എന്താണ് അമ്മ, എന്താണിത്, ഇങ്ങനെയൊക്കെ ചോദിക്കും. നമുക്ക് പറയണത് തെറ്റാണോ? പക്ഷെ നമ്മുടെ മനസ്സിലേ ഭയങ്കര ഒരു സന്തോഷമല്ലായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ പോയിട്ട് വേറെ ഏതോ സ്ഥലത്ത് ഏതോ നാട്ടിൽ ഏതോ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഒരു ഫീലായി. ഇങ്ങനെ ചോദിക്കുമ്പോഴേ പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ വെള്ളം നിറയും. ഇനി അതൊന്നും ഇനി ജനറേഷന് ഇല്ലല്ലോ. ബിക്കോസ് ഇനി ഒരു ജനറേഷന് അത് ഫീൽ ചെയ്യില്ല. കഴിഞ്ഞില്ലേ നമ്മളെ ജനറേഷനോട് കൂടി ഇതിൻ്റെ എല്ലാം ഒരു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്നത് കലാകാരന്മാരാണ്. തീർച്ചയായും അല്ലേ. അതെ, എന്റർടൈനേഴ്സ് നമ്മുടെ ജോലിയാണല്ലോ. അതെ അതെ.
അപ്പൊ എത്ര സങ്കടം വന്നാലും അതാ ഞാൻ പറയുന്നത്. ഇപ്പം വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പ്രതിസന്ധികളാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, കലാകാരന്മാരെ കാണുമ്പോൾ അവർക്ക് ആശ്വാസമാകും. അവര് കലാകാരന്മാർ എന്ത് പറയുന്നു എന്ന് നോക്കുന്നു, അവരെ മാതൃകകളാക്കുന്നു അല്ലേ? അതെ, എനിക്കതിൽ അത് ഭയങ്കര സത്യമായ കാര്യം. ആ പറഞ്ഞ ഭയങ്കര നല്ല പോയിന്റാണ്. കാരണം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ നമ്മളിൽ വിശ്വസിക്കുന്നു. എനിക്ക് ഏറ്റവും വിഷമമായ ഒരു അനുഭവം ഉണ്ടായി. അതായത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അറിയാലോ, സോഷ്യൽ മീഡിയ ഭയങ്കരമായി അതിലൂടെ ജീവിക്കുകയാണ് മനുഷ്യരെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞിട്ടുള്ളതും നമ്മൾ വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയരുതെന്നാണ് പറയുക, അല്ലെ ഇടത്തെ കൈ കൊടുക്കുന്നത് വലത്തെ കൈ അറിയരുതെന്ന് പറയും. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ഈ കലാകാരന്മാർക്ക് സമൂഹത്തിനോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ സമൂഹത്തിലൊരു പ്രശ്നം വരുമ്പോൾ അവിടെ നമ്മളെ ആരും ക്ഷണിക്കണ്ട. നമുക്കൊരു എൻട്രി അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ അതിൻ്റെ ആവശ്യകതയില്ല. അപ്പോൾ നമ്മളത് ചെയ്യുന്നുണ്ട്. എന്നാൽ പറ്റുന്ന ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. കുറേ സാധനങ്ങൾ എത്തിക്കലാണെങ്കിലും അവിടെയുള്ള ആൾക്കാർക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് എന്ത് സാധിക്കോ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊരിക്കലും ഈ പരസ്യപ്പെടുത്തലിനോട് വലിയ താല്പര്യമില്ല. പിന്നെ കൂടെയുള്ള വേറെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. പേഴ്സണലി ഞാൻ അങ്ങനെ പരസ്യപ്പെടുത്തൽ പരിപാടി എനിക്കില്ല. കാരണം രണ്ട് തരത്തിലാണ് എപ്പോഴും ഇതിനെയൊക്കെ ആളുകൾ കാണുക. ഏത് കാര്യം വന്നാലും രണ്ട് പക്ഷം ഉണ്ടല്ലോ. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വേദനിക്കുകയും കൂടെ ചെയ്യും. നമ്മൾ ഭയങ്കര റിച്ചായിട്ടോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്താവും, ആളാൽ എന്താവും, കയ്യാൽ എന്താവും, അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം എൻ്റെ കൂടെയുള്ള നമ്മുടെ ഏഷ്യാനെറ്റിൽ അഭിനയിക്കുന്ന എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുണ്ട്. അപ്പം അവൻ മുൻപ് എപ്പോഴും എടുത്തു വെച്ചിരുന്ന ഒരു റീല് കൊളാബ് ചെയ്തിട്ടു. അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട് ഇപ്പം. അപ്പോൾ ഈ കൊളാബ് ചെയ്തിട്ടപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ വേറെ തിരക്കിലാണ്. ഇതിൻ്റെ താഴെ വന്നിട്ട് തേറിയ അഭിഷേകം, എത്ര പേരെന്നറിയാം. ഇതൊന്നും ഞാൻ കാണുന്നുമില്ല. ഞാൻ രാത്രി കിടക്കാൻ നേരത്താണ്, കാരണം നമ്മൾ ഈ പരിപാടിയിൽ നിൽക്കുകയാണ്. ഈ വയനാട്ടിലെ കുറേ കാര്യങ്ങളുടെ ഇടയിലാണ് അതിന് ഞാനും നിൽക്കുന്നത്. അപ്പം ഞാൻ രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം രണ്ട് തരത്തിലാണ്. അവരെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. ഈ പ്രതികരിച്ചവരെ ചീത്ത പറഞ്ഞവർ അവരറിയുന്നില്ലല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അവരറിയുന്നില്ല. പക്ഷേ ആ കൊളാബ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതല്ലോ. ഞാൻ വേറെ പോസ്റ്റൊന്നും ഇടാനോ അങ്ങനെയുള്ള ഇതിനകത്ത് ഫോക്കസ് ചെയ്യാനോ ഒന്നും സത്യത്തിൽ നമുക്ക് സമയം ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വേദനിച്ചു. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ 1-2 പേര് മോശമായി സംസാരിച്ചവരോട് ഞാനും മോശമായിട്ട് സംസാരിച്ചു. അല്ലാത്തവരോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. കാരണം എപ്പോഴും കലാകാരന്മാരുടെ അവസ്ഥയെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടോ അത് അതുപോലെ കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതെ, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് എത്ര വിഷമമുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ സന്തോഷത്തോടെ സംസാരിക്കുക എന്നുള്ളതാണ്. ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അവിടെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ സമൂഹത്തിനോട് കലാകാരി എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അപ്പം പേഴ്സണലി എനിക്ക് എന്ത് എന്നുള്ളതല്ല. കലാകാരന്മാരെപ്പോഴും പൊതുമുതലും കൂടെയാണ്. അപ്പോൾ പൊതുസമൂഹത്തിനെ നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരോടൊപ്പം നിൽക്കണം. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളും മനുഷ്യരാണ്. നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്നതിന് മുമ്പ് വിശദമായി പരിശോധിച്ചിട്ട് തെറ്റിദ്ധരിക്കുക, ചീത്ത പറയുക. അതൊരപേക്ഷയാണ്, അഹങ്കാരമല്ല, അതൊരപേക്ഷ. അപ്പം ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം, സമൂഹം അങ്ങനെയാണ്. പക്ഷെ വിമർശിക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധാപൂർവം നോക്കിക്കണ്ടിട്ട് വിമർശിക്കുക. നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. അത് നേരത്തെ പറഞ്ഞത്, കലാകാരന്മാരെന്ന് പറഞ്ഞ സമൂഹത്തിന്റെ പൊതുസത്ത. അപ്പൊ അവർ ആ ഒരു അധികാരത്തിലൂടെ ആയിരിക്കാം അവരുടെ വികാരങ്ങൾ. പക്ഷെ നമ്മൾ മനുഷ്യരാണെന്നേ, നമ്മൾ മടുത്തു പോവില്ലേ? കാരണം ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ ഇങ്ങനെ ചെയ്ത് ഞാൻ ഇതിനെ ദൈവമേ ഇങ്ങനെയൊക്കെ ഞാനിത് നമുക്കൊന്നും പൈസ ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു ഇമേജ് കിട്ടുമെന്ന് വെച്ചിട്ടോ അല്ല ഇതൊക്കെ ചെയ്യണേ. നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൂടെ ഇപ്പം നമ്മൾ തമ്മിൽ ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വേണം നമ്മൾ കാണുന്നില്ല, പക്ഷേ എങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമെന്ന് കരുതി ഞാൻ അറിയുകയാണെങ്കിൽ എന്നെ ക്ഷണിക്കണ്ട, ഞാൻ വരണം. അല്ലേ? എപ്പോഴെങ്കിലും ഒരിക്കൽ കണ്ടിട്ടുള്ള ഒരു പരിചയമെങ്കിലും നമ്മൾ തമ്മിലുണ്ട് അല്ലേ? ഇനി കാണാത്തവരാണെങ്കിൽ കൂടി അത് കലാകാരുടെ ഒരു ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, കലാകാരന്മാർ എന്ന് പറയുന്നത് ലോല ഹൃദയരാണ്. അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം, അതാണ് പോയിന്റ്. ആക്ച്വലി പെട്ടെന്ന് ഹേർട്ടാവും, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് അതല്ലാത്തവർ കലാകാരല്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായം, എൻ്റെ അറിവിൽ ഉള്ള എൻ്റെ അഭിപ്രായം അതാണ്. കലാകാരന്മാരും കലാകാരികൾക്കും ഇമോഷണലി അവരെപ്പോഴും വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാനും അവർക്ക് വേണ്ടി ചിരിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ഒക്കെ പറ്റുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കും. തീർച്ചയായിട്ടും. കാരണം ക്യാമറയുടെ മുന്നിൽ ഇപ്പം നമ്മൾ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക്
ഏറ്റവും വേദനിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാലും ചിലപ്പോൾ അവിടെ സന്തോഷകരമായ ഒരു സീനായിരിക്കും നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. ഒരു തരിമ്പിന് പോലും നമ്മുടെ മുഖത്തോ നമ്മുടെ അംഗചലനങ്ങളിലോ എവിടെയും നമുക്ക് ആ വിഷമം കാണിക്കാൻ പറ്റില്ല. ബിക്കോസ് നമുക്കവിടെ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജോലിയിലാണ് നിൽക്കുന്നത്. വി ആർ ജോക്കസ്. സോ അത് നമ്മുടെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ കുറച്ച് എന്താ പറയാ കുറച്ച് ഇമോഷണൽ ആയി പോയി. നമുക്ക് ആ അത് മാറ്റിയാലോ? തീർച്ചയായിട്ടും. ഓണത്തെക്കുറിച്ച് ഏറ്റവും നല്ലൊരു ഓർമ്മ, രസകരമായൊരു ഓർമ്മ. ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ്. അതായത് കലാകാരിയായതിനു ശേഷം നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്, ഒരുപാട് ചാനൽ ഷോസ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഈ ചാനൽ ഷോസോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ ഡാൻസ് പെർഫോമൻസോ ഒന്നും എന്നിൽ അമിതമായ സന്തോഷം ഓണത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഈ വെള്ളിത്തിരയുടെ വെളിച്ചത്തിൽ വരുമ്പം നമ്മുടെ വിശേഷങ്ങൾ കേൾക്കാൻ കുറച്ച് പേരെങ്കിലും ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കണക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും കാതോർക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് സന്തോഷങ്ങൾക്ക് അപ്പുറത്തേക്ക് പേഴ്സണലി ഇതൊന്നും അല്ല. പേഴ്സണലി എനിക്ക് തോന്നിയത് എൻ്റെ ബാല്യത്തിൽ എനിക്ക് കിട്ടിയ നാട്ടിൻപുറത്തിൽ ഓടിക്കളിച്ച സമയവും അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് പിള്ളേരൊക്കെ കൂടെ രാവിലെ ബഹളം വയ്ക്കുന്ന മാനസികാവസ്ഥയും, ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ശർക്കര വരട്ടി ഭയങ്കര ഇഷ്ടമാണ്. ശർക്കര വരട്ടി അടിച്ചു മാറ്റി കഴിക്കുക, പിന്നെ ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ്. അത് അടുക്കളയിൽ നിന്ന് അമ്മ അറിയാണ്ട് അടിച്ചു മാറ്റി കഴിക്കുക. അപ്പം ഇതിങ്ങനെ പിന്നെ കളിക്കുക, ഈ ഫുൾ ടൈം കളിക്കുക, ബഹളം വയ്ക്കുക, ഊഞ്ഞാലാടുക. അപ്പം നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ ഇങ്ങനെ പറയത്തില്ലേ, എന്താ മുട്ടയിടാന്ന് പറയും. ബിക്കോസ് അതൊക്കെയാണ് ജീവിതത്തിൽ ഇന്നും ഓണമെന്ന് പറയുമ്പോൾ മനസ്സിലിങ്ങനെ ഓടി വരുന്നൊരു സന്തോഷം. എനിക്ക് കണ്ണ് നിറയും അത് പറയുമ്പോൾ. എനിക്ക് അത്ര ഇഷ്ടം, അത്ര സന്തോഷമുള്ള മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെ. പിന്നെ സദ്യ, ഒബ്വിയസ്ലി എല്ലാവരും കൂടി കുടുംബത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് ആ ഒരു വൈബ് ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിലേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓണം എന്ന് പറയുന്നത് മീഡിയ കൊണ്ടുപോയി, മീഡിയ എടുത്തു. അവർക്ക് ഇങ്ങനെ വിഷ്വലി കാണുന്നതും അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണമെന്നില്ലല്ലോ. ഒരു കാഴ്ചയാണ്, ഒരു കാഴ്ചയാണ്. ഒരു നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ഓടുന്നു. ശരി, പുതിയ വിശേഷങ്ങൾ, അതായത് പ്രൊഫഷണലി എന്തൊക്കെയാണ്? പ്രൊഫഷണലി ഇപ്പോൾ സൂര്യ ടി വിയിൽ കളിവീട് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് 1000 എപ്പിസോഡ് തികയുന്നു. അതിൻ്റെ ഒരു വലിയ സന്തോഷം. കാരണം 3-3.5 വർഷം കഴിഞ്ഞു സൂര്യ ടി വിയുടെ കളിവീട് എന്ന പ്രൊജക്റ്റിലൂടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സഞ്ചരിക്കുന്നു. ജനങ്ങൾ അതൊരുപാട് ഏറ്റെടുക്കുകയും സ്നേഹിക്കുകയും ഒരു പോസിറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് അതായത് നല്ല അമ്മായിയമ്മമാർ വളരെ വിരളമാണല്ലോ സീരിയലിൻ്റെ. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, വളരെ എന്താ പറയുക, ഭയങ്കര പ്രിയപ്പെട്ട ഒരാളായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഇടയ്ക്ക് ഞങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ ഒരു വില്ലത്തിയൊക്കെ ആയിട്ട് ഏഷ്യാനെറ്റിലോ അത് ഏഷ്യാനെറ്റിലെ പ്രൊജക്ട്. അത് ആക്ച്വലി അതും അത് തുടക്കമൊക്കെ ഭയങ്കര പാവാണ്, ഇടയ്ക്കൊന്ന് വില്ലത്തിയായി, ഇപ്പൊ വീണ്ടും പാവായി. അതെ, അത് ഒരു സീരിയലിൽ തന്നെ രണ്ട് ലെവലിൽ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു സന്തോഷം. പിന്നെ കൂടുതൽ എന്താ പറയുക, വർക്കിംഗ് ഡേയ്സ് കൂടുതൽ ഇതും സൂര്യ ടി വിയിൽ കളിവീടാണ്. ഏഷ്യാനെറ്റിൽ വളരെ വർക്കിംഗ് ഡേയ്സ് വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര വേരിയേഷൻസ് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കോമഡി, വില്ലത്തരം, പാവത്തം, ഇതെല്ലാം ഒരുമിച്ച് ഒരു സീരിയലിൽ കിട്ടുമ്പം ഗെറ്റപ്പ് ചേഞ്ചുകൾ നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും. അതും ഈ പറഞ്ഞ പോലെ ടോട്ടൽ ടീം ഭയങ്കരമായിട്ട് മെർജ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പം അതിന് ഐ എം വെരി ഹാപ്പി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ ലോകത്തേക്ക് വന്ന ഒരാളാണ്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി മാറി ഒന്ന് ചിന്തിക്കണം, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ ഈ ഫീൽഡിൽ തന്നെ? ഡയറക്ഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഥ എഴുതുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടോ? അതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. പക്ഷെ ഇതിലെ ഒരു പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ഒത്തിരി വർഷം ഇവിടെ നിന്നാലും ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി മനസ്സിലാക്കാനുണ്ട്. ഇനി നമുക്ക് സമയം അതാണ് അതിന്റെ ഒരു ടെൻഷൻ ഈ അടുത്തിടെയായിട്ട് എനിക്ക് കടന്നുകൂടിയിട്ടുണ്ട്. സമയം ഇങ്ങനെ വല്ലാണ്ട് ഓടി പോകുന്നുണ്ട്. ആക്ച്വലി എനിക്ക് അഭിനയിക്കുന്നത് പോലെ തന്നെ ഏറ്റവും ഇഷ്ടം ബാക്ക് ആൻഡ് പ്രൊഡക്ഷനാണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിഭീകരമായൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. എനിക്ക് ഡയറക്ടേഴ്സിനെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫ്രീ ആയിട്ട് സംസാരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയും ബഹുമാനമാണ്. കാരണം എത്രമാത്രം വലിയ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും വലിയ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ആണ്. പിന്നെ ഒബ്വിയസ്ലി ക്യാമറാമാൻമാർ, അവർ 3 പേരും ചേരുമ്പോഴാണ് എനിക്ക് അഭിനയിക്കാൻ അറിയാം. ഞാൻ ഇവിടെ ഈ മുറിക്കകത്ത് ഒരു ക്യാമറ ഇല്ലാതെ അഭിനയിച്ചിട്ട് ആരും കാണില്ലല്ലോ.
ഒരവസരം ഉണ്ടാവുക എന്നുള്ളതാണ് ആ ക്രിയേറ്റേഴ്സ്. പിന്നെ ഒരു സംവിധായകൻ്റെ കയ്യിൽ ഒരു കഥാപാത്രവുമായി നമ്മൾ ചെന്നെത്തുമ്പോൾ അദ്ദേഹം നമ്മളെ ഏറ്റവും നന്നാക്കി ചിത്രീകരിക്കാൻ, നമുക്ക് അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യം തരിക, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരിക, കഥാപാത്രം എന്താണെന്ന് നമ്മളെ ഉൾക്കൊള്ളിപ്പിക്കുക, നമ്മളെ കറക്റ്റ് ചെയ്യിപ്പിച്ച ഒരു സംവിധായകൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതുപോലെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് സംവിധായകർ ഇഷ്ടമാണ്, സംവിധാനം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അതിന് ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കണം, ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി സഞ്ചരിക്കാനുണ്ട്. പക്ഷെ പ്രൊഡക്ഷൻ സൈഡ് എനിക്ക് വേഗത്തിൽ തന്നെ ലാൻഡ് ചെയ്യണം അതിനുവേണ്ടി ഞാൻ ആക്ച്വലി കമ്പനിയുടെ ഓണറായിട്ടൊക്കെ നമുക്ക് അതെനിക്ക് ഞാൻ ട്രൈ ചെയ്യാത്തതല്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് എനിക്കൊരു വളരെ വിഷമമുള്ള അനുഭവം ഉണ്ടായിരുന്നു. സ്ത്രീയായി പോയതുകൊണ്ട് പല സ്ഥലത്തും നമ്മളെ കോർണർ ചെയ്യപ്പെടാറുണ്ട്. ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ സൈഡിൽ ഇല്ല, സ്ത്രീകളില്ല എന്നല്ല, സ്ത്രീകളുണ്ട്. അവരൊക്കെ വളരെ ചിലപ്പോൾ അവരുടെയൊക്കെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെയൊക്കെ കഠിനാധ്വാനം കൊണ്ടോ എങ്ങനെയൊക്കെ വന്ന്. പക്ഷേ എൻ്റെ പേഴ്സണലി എനിക്കുണ്ടായ ഒരു അനുഭവം, കുറച്ച് പേരെങ്കിലും നമ്മളെ ഭയങ്കര ഇന്നർ പൊളിറ്റിക്സോട് കൂടി അവിടെ അങ്ങനെ ഇപ്പം ഒരു ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസർ ഒന്നും ആവണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡോട് കൂടി സമീപിക്കുന്ന ഞാൻ പിന്നെ ഒരു പ്രശ്നം എത്ര തോക്കുന്നു അത്രത്തോളം ശ്രമിക്കും. അതായത് ജയിക്കൂല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണല്ലോ, ശ്രമിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി വരും വർഷങ്ങളിൽ അങ്ങനെ ഒരു ശക്തിയായ ഒരു പ്രൊഡ്യൂസറായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. അത് ശരിക്കും ഷോ ഓഫിനല്ല കേട്ടോ. എനിക്കിപ്പം ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് ദൈവം അനുഗ്രഹിച്ച് 10 പേരിൽ ഒരാളെങ്കിലും എന്നെ അറിയുന്നവരുണ്ട്. അത് മാത്രമല്ല, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഫീൽഡിൽ നമുക്ക് വേറെ ഒന്നിനല്ല, എനിക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. പ്രൊജക്റ്റ് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് വെച്ച് അതിനെ ഇങ്ങനെ റൺ ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി അതിനകത്തൊരു ലഹരിയുണ്ട്. ഇപ്പം ഞാൻ അഭിനയിക്കാൻ വരുമ്പോൾ എനിക്ക് അഭിനയിക്കുന്ന എൻ്റെ കഥാപാത്രത്തിനോട് മാത്രമേ എനിക്ക് നീതിയുള്ളൂ, റൈറ്റ്? അതിനോട് മാത്രം. പക്ഷെ മറ്റേതല്ല, ഈ ടോട്ടൽ സാധനം ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മളിങ്ങനെ വയറ്റിൽ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കര ടെൻഷനാണ്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രോഫിറ്റബിൾ ആവണം എന്നില്ല, പക്ഷെ അതിനകത്തൊരു കിക്കുണ്ട്. അതാണ് ഇവരൊക്കെ വിചാരിക്കണം, ചിലരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇത് അതൊരാളാവലല്ലേ, ആളാവലല്ല. അത് ഈ ഒരു ഞാൻ പറയുന്നത് സമൂഹത്തിന് മൊത്തത്തിൽ ബാധിച്ച ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു സംസാരം വന്ന സ്ഥിതിക്ക് ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഈ ഫീൽഡിൽ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളെങ്കിലും അതെങ്ങനെ തരണം ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിലുള്ള മറ്റുള്ള തുടക്കക്കാർക്കൊരു അത് ആക്ച്വലി അതൊരു ഭയങ്കര സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും വർഷം ഈ ഫീൽഡിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള വെല്ലുവിളിയാണ്. ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത മറ്റുള്ള ജോലി സ്ഥലങ്ങളിലേക്കാൾ പെട്ടെന്ന് സമൂഹത്തിലേക്ക് കാര്യങ്ങൾ അറിയുന്നു എന്നുള്ളത് മാത്രമാണ്. എല്ലാ സ്ഥലത്തും എല്ലാ പ്രശ്നങ്ങളും എല്ലാ നന്മകളും ഉണ്ട്. അത് പുറത്ത് അറിയുന്നത് മീഡിയ ആയതുകൊണ്ടാണ്. ഓക്കെ, അതൊന്ന്. ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മളെ ഒരാൾ ശക്തമായിട്ട് ഉപദ്രവിച്ചാൽ, അതായത് നമുക്കൊരിക്കലും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ, ഞാൻ ഈ മുറിയിലോട്ട് വരുമ്പം ഡോറിൻ്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് ഒരാൾ കയ്യും കാലും കെട്ടിയിട്ട് ഉപദ്രവിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ട്രാപ്ഡായി പോകും. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചാൽ നിർത്തട എന്ന് പറയാനുള്ള ആംബിയർ ഉണ്ടാക്കിയെടുത്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ഗംഭീര ഒരു സിനിമയായിരിക്കും. അത് വേണ്ടാന്നേ, വേണ്ടെന്ന് വെച്ചാൽ പോരെ. അതെ, നമുക്ക് അഭിനയിക്കാൻ കഴിവുണ്ട്. നമ്മൾ ഒരുപാട് വാതിലി മുട്ടി നോക്കി, നടക്കുന്നില്ല. എന്തെങ്കിലും ഒരിക്കൽ നമ്മുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ ഉറപ്പായിട്ട് നടക്കും. നമ്മളിപ്പോൾ കോളേജിൽ പോകുന്നു, നമ്മുടെ സീനിയേഴ്സ് എല്ലാം ബെസ്റ്റ് ആയിരുന്നോ? എത്ര മോശമായിട്ട് നമ്മളെ വൾഗറായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തിരിച്ചു പറഞ്ഞിട്ടില്ലേ? അല്ല ഷാർപ്പായിട്ട് നമ്മൾ നോക്കിയിട്ടില്ലേ? അത്രേ ഉള്ളൂ എല്ലാ സ്ഥലത്തും. അത് നമ്മൾ പിന്നെ 2 തരത്തിലുണ്ട്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ലെവലിൽ നമ്മളെ ആക്രമിക്കപ്പെട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ഉണ്ടായാൽ പോലും നമ്മൾ വെറുതെ വിടരുത്. അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. പിന്നെ അത് ആർക്കും ഉണ്ടാവാതിരിക്കാൻ നമ്മളെ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ മാക്സിമം ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഇന്ത്യൻ ജുഡീഷ്യറി കുറച്ച് മാറ്റങ്ങൾ വരാതെ ഒന്നിനും മാറ്റങ്ങൾ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അടുത്ത സമയത്ത് ഭീകരമായ രീതിയിലാണ് അത് വരുന്നത്. തീർച്ചയായിട്ടും എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല. ഏകദേശം 36 സിനിമകളോളം മാത്രമേ ഇത്രയും വർഷത്തിനിടയിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി കൂടുതലും ഒരു 86 അതിനനുസരിച്ച് സീരിയൽസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ
ഞാൻ സീരിയൽ ഇൻഡസ്ട്രിയിൽ ഞാൻ ഏറ്റവും കംഫർട്ടബിളും ഏറ്റവും സെക്യൂർഡുമാണ്. ഞാൻ ചിലപ്പോൾ എൻ്റെ ശമ്പളത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ഉള്ള വർക്കിംഗ് അവേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില അടിസ്ഥാനപരമായി എല്ലാ ജോലി സ്ഥലത്തും ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ട അവസ്ഥയല്ലാതെ ആരും കൈ കയറി പിടിക്കുകയോ അല്ലെങ്കിൽ വൃത്തിയോട് പറയുകയോ അല്ലെങ്കിൽ മോശമായി നമ്മളെ ആക്രമിക്കാൻ വരികയോ ഒന്നും ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്തിട്ടില്ല. ഒരൊറ്റ പ്രൊഡ്യൂസേഴ്സോ ഡയറക്ടേഴ്സോ കൺട്രോളേഴ്സോ എന്നോട് ഇന്ന് വരെ പേഴ്സണലി എന്നോട് ഇന്ന് വരെ പെരുമാറിയിട്ടില്ല. അത് ഞാൻ റിയാക്ട് ചെയ്യുമെന്ന് അവർക്ക് അറിയാമായിരിക്കാം. അത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗം കൂടെയാണ്. രണ്ട് സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടല്ലേ. ഇപ്പം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ നമ്മുടെ രണ്ട് കൂട്ടരുടെ കയ്യിലും പ്രശ്നം കാണും. ഒരാളെ മാത്രം എങ്ങനെ ഫേവർ ചെയ്യാൻ പറ്റുക? സോ അതേപോലെ തന്നെ ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കണോ സീരിയൽ ഇൻഡസ്ട്രിയിൽ നിൽക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. ആത്യന്തികമായി നമ്മുടെ വ്യക്തിത്വം സൂക്ഷിക്കുക എന്നുള്ളതാണല്ലേ. എൻ്റെ മോൾക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് അഭിനയിക്കാൻ അവസരം വരുന്നുണ്ടാവും, നീ അതിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അല്ല ഇത്. അതൊന്ന്. ഇന്ന് വർക്ക് ഉണ്ടാവും, ചിലപ്പോൾ 2 വർഷത്തേക്ക് നമുക്കൊരു വർക്ക് ഉണ്ടാവില്ല. അപ്പോഴും നമ്മൾ ഈ സെലിബ്രിറ്റി ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണം. സത്യത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മക്കൾ നന്നായിട്ട് പഠിച്ച് ജോലി മേടിച്ച് മോള് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉണ്ടായി ഏത് കാര്യത്തിനെ സ്വന്തമായി നേരിടാൻ പക്വത ഉണ്ടാകുന്ന സമയത്ത് നിനക്ക് അവസരം വരികയാണെങ്കിൽ യു ഡു ഇറ്റ്. ഒരമ്മ എന്ന നിലയിൽ എനിക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അവളുടെ കൂടെ എപ്പോഴും നടക്കാൻ പറ്റുമോ? ഒരാൾ മോശമായി പെരുമാറിയാൽ തിരിച്ചു പെരുമാറാൻ അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് വരാനുള്ള തൻ്റെ ഇടം അവൾക്ക് ഉണ്ടാവണം. പിന്നെ നമുക്കിങ്ങനെ എല്ലാം വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ശരി, നമുക്ക് വീണ്ടും ഓണത്തിലേക്ക് മടങ്ങി വരാം. അല്ലല്ല, നിക്ക് ഈ പാട്ടെന്ന് പറയുമ്പോ പാട്ടുകാരികളാണ് പാട്ട് പാടേണ്ടത് അല്ലേ? നിർത്ത പാട്ടുകാരി എനിക്ക് ഇങ്ങോട്ട് പാടിത്തരണം. ഇത്രയും നേരം കലാകാരി എന്ന് പറയുമ്പോ ഒരു കുഴപ്പമില്ല. അപ്പൊ പാട്ട് ശരിക്കും ദൈവം അനുഗ്രഹിച്ച കല എന്ന് പറയുന്നത് ഈ ചിത്രം രചിക്കുന്നതും സംഗീതം ഉള്ളവരുമാണ്. അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നേരിട്ടുള്ള കലാ അനുഗ്രഹമുള്ള. അപ്പൊ അതുകൊണ്ട് യു ആർ ബ്ലെസ്ഡ്. അപ്പൊ പാട്ട് പാടണം എനിക്ക് വേണ്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട്. ഓക്കെ. അപ്പം നമ്മുടെ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പ്രിയ അതിഥിക്കും വേണ്ടിയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? ഓണത്തെക്കുറിച്ച് ഒന്ന് പൂവിളി ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആരോ കമഴ്ത്തി വെച്ചൊരു ഒട്ടുരുളി പോലെ ദാസാട്ടൻ്റെ പാട്ട്. അതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ആ ഫേവറേറ്റ് സോങ് ഞാൻ തീർച്ചയായിട്ടും പാടിത്തരാം. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാം വേണ്ടിയിട്ട് ഓണത്തിന്റെ ഒരു എന്താ പറയാ ഒരു വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പൂവിളി കൂടെ പാടോ? നോക്കാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി. അടിപൊളി അടിപൊളി. അപ്പോൾ ഒരിക്കൽ കൂടി ഒരിക്കൽ ഒരു പാട്ട് എനിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട് വേണ്ടി തരണം. എനിക്ക് വേണ്ടി മാത്രം. ഇതിപ്പോ പ്രേക്ഷകർക്കല്ലേ, ഇതെനിക്ക് വേണ്ടി. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴും നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഈ ഒരു വർഷത്തിൽ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയും? വീട്ടിലെ വിശേഷം ഈ വർഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഓണാഘോഷം. എല്ലാ വർഷവും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എല്ലാവരെയും കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും വിളിച്ചിട്ട് ഒരു തിരുവോണം നമ്മളെല്ലാവരും അവരവരുടെ വീട്ടിലായിരിക്കും. കുക്ക് ചെയ്യോ? നന്നായിട്ട് കുക്ക് കുക്കിംഗ് ഒക്കെ എൻ്റെ അമ്മായിയമ്മ എന്നെ നന്നായിട്ട് പഠിപ്പിച്ചു.
ഏറ്റവും ഇഷ്ടപ്പെട്ട കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? സാമ്പാർ ഇഷ്ടമാണ്. സാമ്പാർ. സാമ്പാർ എൻ്റെ മക്കൾക്ക് സാമ്പാർ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടം ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി നേരത്തെ പറഞ്ഞു. ഇഞ്ചിക്കറിയാണ് ഏറ്റവും ഇഷ്ടം. എല്ലാ റെസിപ്പി ചോദിക്കട്ടോ? പിന്നെന്താ, അങ്ങനെയൊന്നും പേടിക്കില്ല. ഇത്രയും വർഷമായിട്ട് നമ്മുടെ കൊല്ലംകാരുടെ ഇഞ്ചിക്കറി സ്പെഷ്യൽ ആണെന്ന് പറയോ? ഞാൻ ഇഞ്ചി ഇങ്ങനെ മൂപ്പിച്ച്, ഉള്ളിയും മൂപ്പിച്ച് ഇഞ്ചി പൊടിച്ചെടുത്ത് പിന്നെ അതിനകത്തോട്ട് ബാക്കി മഞ്ഞൾപ്പൊടി അങ്ങനെ ബാക്കിയുള്ള ചെറിയ മുളക് പൊടി എല്ലാം ചേർത്ത് പിന്നെ പുളിയും പിഴിഞ്ഞൊഴിച്ച് അല്പം ശർക്കരയും കൂടി ഇടും. ശർക്കര ഇടണം, എന്നാലേ അതിനൊരു സുഖമുള്ളൂ. അങ്ങനെയാണ് മധുരമുള്ള ഒരു ഇഞ്ചിക്കറിയാണ് കൊല്ലംകാരുടെ സ്പെഷ്യൽ. വളരെ എന്താ പറയാ, ഇഞ്ചിയുടെ ആ ഒരു മണം വന്നാ പോരാ. ഒറ്റക്കറി മതി. ആക്ച്വലി ഇഞ്ചിക്കറി 100 കറിക്ക് സമാണെന്നാ പറയാ. എൻ്റെ അച്ഛൻ പറയും, അച്ഛമ്മ ഗുരുവായൂരമ്പലത്തിലാണ് ചോറ് കൊടുത്തപ്പോൾ ആരും കഴിക്കാൻ കൊടുത്തില്ല. അവള് വിളമ്പി വെക്കുന്നതിന് മുമ്പ് സ്വന്തം കൈയെടുത്ത് ഇഞ്ചിക്കറി കഴിച്ച ആളാണ്. അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല, അതിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. ഇഞ്ചിക്കറിയാണ് എൻ്റെ ഫേവറേറ്റ്. അതെ, ഇഞ്ചിക്കറി നമ്മൾ ഇത്രയും പറഞ്ഞു, പക്ഷെ ഇഞ്ചി കടിച്ച വേറൊരു ചെയ്യൂല്ലേ? അതെ അതെ. ഇനി ഒരുപാട് സന്തോഷമുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് എന്താ ഇൻഫോർമേറ്റീവായിട്ടും അല്ല, അത് മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ പ്രചോദനം നൽകുന്ന വാക്കുകളൊക്കെ. എനിക്ക് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, പണ്ടിപ്പം നമ്മൾ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് ഡാൻസ് കളിക്കാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം, അഭിനയിക്കണം, ഇതാണ് ത്വര. അപ്പം പഠിത്തത്തിനെ കുറിച്ചൊന്നും നമ്മൾ ഫോക്കസ്ഡ് അല്ല. കുറേ പേര് ബുദ്ധിജീവികളായിരിക്കും, കുറേ പേര് ഇങ്ങനെ ഡാൻസ് പാട്ട് അഭിനയം എവിടെയെങ്കിലും. അപ്പം അതിൽ 10 പേര് ഉണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരാളായിരിക്കും എത്തിപ്പെടുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ നോക്കിയാൽ ഞാൻ പ്ലസ് ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ ഈ ഇൻഡസ്ട്രിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ഒത്തുകൂടും ഒരു ദിവസം. അപ്പം നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ആ ഒരു ഇൻഡസ്ട്രിയിൽ പണ്ടേ ആഗ്രഹിച്ചിട്ട് അവിടെ തന്നെ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾ അവർക്കൊരിക്കലും ഈ ഇൻഡസ്ട്രി മാത്രം ഫോക്കസ്ഡ് അല്ല. എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് ഇതല്ലെങ്കിൽ മറ്റൊന്ന് ഓപ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ അച്ഛനമ്മമാർ, ഇപ്പം എൻ്റെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ ഇപ്പം ഡാൻസ് കളിക്കണം, പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ അതേ ഫോക്കസ് ചെയ്ത് നടന്നിട്ട് പെട്ടെന്ന് അയ്യോ ഇതെല്ലാം പോയി എനിക്കൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ വഴക്ക് പറയുന്നൊരു പേടിയുണ്ട്. ഇപ്പോഴത്തെ പേരൻസ് അങ്ങനെയല്ല. എപ്പോഴും കുട്ടികളെ അവർ കുറച്ചുകൂടി ചേർത്ത് നിർത്തുന്നത് കൊണ്ട് സാരമില്ല മക്കളെ, നമുക്ക് നെക്സ്റ്റ് സാധനം എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്ന് പറയുന്നൊരു അച്ഛനമ്മമാരുള്ള കാലഘട്ടത്തിൽ പിന്നെ ഭയങ്കര വൈഡാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ ഒരിടത്തും ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അച്ഛനമ്മമാർ വീട്ടിൽ അവരെ കൂട്ടുകാരെ പോലെ ചേർത്ത് നിർത്തുക, എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും തുറന്നു പറയാനുള്ള ഒരു സ്വതന്ത്രമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, കുട്ടികളെ ബോൾഡാക്കി വളർത്തുക, അത്ര മാത്രമേ വേണ്ടുള്ളൂ. അവർ വഴിതെറ്റി പോവാതിരിക്കാൻ അത് മാത്രം മതി. അതെ, വളരെ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക പേരൻസ്. അത് വീട്ടിൽ കിട്ടാത്തത് കൊണ്ടല്ലേ പലപ്പോഴും കുഞ്ഞുങ്ങൾ വെളിയിൽ പോകുന്നത്. അപ്പം വീട്ടിൽ ആ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടെന്നേ, അവർക്ക് ഇത്ര ഓപ്ഷൻസാണ്. നമ്മളെപ്പോലൊന്നും അല്ല അവർ. നമ്മളെക്കാൾ നമുക്ക് ഇപ്പം അറിയാവുന്ന കാര്യം അവർക്ക് 15 വയസ്സിലറിയാം, ഇല്ലേ? 10 വയസ്സിലറിയാം. പിന്നെന്താ, ശരിക്കും അവരിൽ നിന്ന് നമ്മൾ കുറേ പഠിക്കണം. ഉമ്മ സെൻസർ ബോർഡ് മെമ്പറാണ്. അപ്പോൾ ആ തരത്തിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതെ, കുറേ നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യം. അതിനൊപ്പം സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്ന നിലയിൽ കിട്ടിയ ഉത്തരവാദിത്തത്തിനെ കൃത്യമായിട്ട് ഇന്നീ നിമിഷം വരെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനിടയിൽ കുറച്ച് ഒരു തവണ മാത്രം എനിക്ക് വളരെ മോശമായൊരു അനുഭവം ഉണ്ടായി. വളരെ മോശമായിട്ടൊരു അനുഭവം ഉണ്ടായി. അതിന് ഒരുപാട് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ മോശമായി ആ വ്യക്തി എന്നെ മോശമായി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് കേസായി, പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും വനിതാ കമ്മീഷനിലെത്തുകയും അയാൾക്കെതിരെ. കാരണം ഈ സെൻസർ ബോർഡ് മെമ്പറായിട്ടിരിക്കുമ്പോൾ നമുക്കവിടെ ചെന്ന് സെൻസർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ്, ആ സ്ക്രീൻ ഓൺ ആവുന്നതിന് മുമ്പായിരിക്കും ആ സിനിമ പോലും എന്താണെന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നു എന്നുള്ളതാണ്, അതിൻ്റെ ഗുണവും ദോഷവും നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരാൾക്കൊന്നും അവിടെ ചെയ്യാനില്ല. അവിടെ ഒരു 5 അംഗ കമ്മിറ്റിയാണ്. അപ്പോൾ 5 പേരുടെയും അഭിപ്രായം ഏകീകരിച്ച് അതിലേതാണ് ബെസ്റ്റ് എന്ന് നോക്കിയാണ് ചെയ്യണം. അപ്പം എനിക്കിപ്പോൾ പിന്നെ ഒരാളിനെ ഇഷ്ടമല്ലെന്ന് വെച്ചിട്ട് അയാളെ ഉപദ്രവിക്കാൻ പറ്റില്ല, അല്ലെ ഒരാളിനെ ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ അയാളെ ഫേവർ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊന്നും അവിടെ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ, ഒരു തരത്തിലും മോശമായി പറയാതെ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാത്ത എന്നെ, ഒരു 5 പൈസയ്ക്ക് വിവരമില്ലാതെ അതിന് സംവിധായകൻ എന്ന് പറഞ്ഞ ഒരു പുതിയ പയ്യൻ വന്നിരുന്ന് മനോരമ ചാനൽ ഉൾപ്പെടെ ഒരുവിധപ്പെട്ട ന്യൂസ് ചാനലുകളെല്ലാം കയറിയിരുന്ന്
ഉമാ നായർ എൻ്റെ സിനിമ നശിപ്പിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ പ്രതികരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ പൊസിഷനിലിരിക്കുമ്പോൾ ഒഫീഷ്യലി ഒന്നിനും നമ്മൾ പ്രതികരിക്കാൻ പറ്റത്തില്ല. ലീഗലി അവർ ഓഫീസേഴ്സ് തന്നെ ചെയ്യും അതിനെതിരെ. എൻ്റെ ഒരു സ്വഭാവം പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാണ്. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എന്തെങ്കിലും വരുമ്പോൾ ഈ പറയുന്ന എല്ലാ ആൾക്കാരും എന്നെ വിളിച്ച് സംസാരിക്കും. കാരണം നമ്മൾ പ്രതികരിക്കുമ്പോഴാണല്ലോ നമ്മളെ എടുത്ത് വെച്ച് കൊല്ലാനും പറ്റും. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒക്കെ ആളുകൾക്കത് ആ സെൻസിൽ മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ഞാൻ നിശബ്ദത പാലിച്ചു. കാരണം അത്ര ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയിലിരിക്കുമ്പോൾ ഞാൻ മറുപടി പറയാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം സന്തോഷത്തോടെ പോകുന്നു. സ്റ്റിൽ ഈ ഒരു പ്രസ്താവനയോട് ചേർത്ത് നിർത്തിയ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. സ്വന്തം സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം ഏതാണ്? ഈ തുറന്നു പറച്ചിൽ തന്നെയാണോ? സ്വന്തം സ്വഭാവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യപ്പെടും കേട്ടോ. ചിരിക്കാൻ വന്നാൽ ഞാൻ ചിരിക്കും. എനിക്ക് കരയണമെന്ന് തോന്നിയാൽ ഞാൻ കരയും. എനിക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ കൂടെയുള്ള എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, എൻ്റെ ഏറ്റവും ക്ലോസ് സുഹൃത്തുക്കൾ, എൻ്റെ കൊളീഗ്സ് എല്ലാവരും എന്നെ എപ്പോഴും വഴക്ക് പറയണത് അങ്ങനെ ചെയ്യരുത്, അത് പാടില്ല എന്നാ. എനിക്ക് ഉറങ്ങാൻ പറ്റണ്ടേ? ഞാൻ ഉള്ളത് അതിപ്പം എൻ്റെ മോള് ഇപ്പം എന്നെ പോലെ എൻ്റെ അത്രയും എത്തിയാവുള്ളൂ. അപ്പോൾ അവൾ എന്നോട് പറയാം, അമ്മ ഒരു അല്പ ബുദ്ധി ഒന്ന് ഉപയോഗിക്കും. ഞാൻ ചോദിക്കും എന്താ ബുദ്ധി? അമ്മ ചിലയിടത്ത് നമ്മൾ നിശബ്ദമാവണം, ചിലയിടത്ത് നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കണം, ചിലയിടത്ത് നമുക്ക് പക്ഷെ അതെൻ്റെ വിവരക്കേടാണോ എനിക്കറിയില്ല. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക്. എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന എന്തോരം പേരെന്നറിയോ? എന്നെ കണ്ണി കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ടെന്നറിയോ? സംഭവം ഞാൻ ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ച എന്തെങ്കിലും മോശമായിട്ട് എനിക്ക് തോന്നി ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ പോവുള്ളൂ. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് വിടും കേട്ടോ. അടുത്തൊരിടത്ത് വെച്ച് കണ്ടാൽ ഞാൻ ആ ദേഷ്യമൊന്നും എൻ്റെ മനസ്സിലുണ്ടാവില്ല. ഞാൻ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് സംസാരിച്ചിട്ടേ പോവുള്ളൂ. എനിക്കൊരിക്കലും മനസ്സിനകത്ത് ഒരാളിൻ്റെ അടുത്തും എന്നെ അങ്ങേയറ്റം ദ്രോഹിച്ചവരോട് പോലും എനിക്ക് ഒരു ശത്രുതയും ഇല്ല. ഞാനൊരു അത്യാവശ്യം ഈശ്വരവിശ്വാസിയാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ വൈരാഗ്യം, ശത്രുത ഒന്നും നമ്മളതല്ല, ഒക്കെ ദൈവം നോക്കിക്കോളും അല്ലേ? ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ദിവസം രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കണ്ണാടിയിൽ നോക്കി നമ്മൾ എന്ന് പറയാൻ തോന്നാതിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കുടുംബത്തിനെ പോറ്റുന്ന ഒരാളാണ്. അപ്പം സർവൈവ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ. ഒരു സ്ത്രീയാണ്, അപ്പം വേറെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. അപ്പം നമ്മളൊരിക്കൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരുപാട് വിഷമങ്ങൾ നമ്മളെ തേടി വരും. ഇവിടെയൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട്, ചെറുത്ത് നിൽക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അന്തസ്സായി അവരെ വളർത്തുന്നുണ്ട്. ഈ സമൂഹത്തിൽ അന്തസ്സായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ പൊരുതേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും. ഇതെല്ലാം ഫേസ് ചെയ്ത് പോകുന്ന വ്യക്തികളാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് കലാകാരിയും കൂടെ ആകുമ്പോൾ ചിലപ്പോൾ ഇമോഷണലി നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ, എനിക്കിപ്പോൾ സരിത നല്ലൊരു സുഹൃത്താണ്, എനിക്ക് സരിത എന്നെ വഴക്ക് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. ഞാൻ പെട്ടെന്ന് കരയും. ഞാൻ പെട്ടെന്ന് കരയുന്ന ആളാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. ഞാൻ ചിരിച്ച ഉച്ചത്തിൽ ചിരിക്കുന്ന ഒരാളാണ്. സംസാരിച്ച ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന ആളാണ്. എനിക്ക് രഹസ്യം പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതെൻ്റെ കുറവാണെന്ന് വെച്ചാൽ എനിക്കതാ ഇഷ്ടം കേട്ടോ. എനിക്ക് അങ്ങനെ ജീവിക്കണതാ ഇഷ്ടം. പക്ഷെ എന്നെ ഇപ്പം ഈ പിള്ളേർ ഭയങ്കരമായിട്ട്. ശരി, ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തി ആരാണ്? പ്രൊഫഷണലി ആണോ? പ്രൊഫഷണലി, വ്യക്തിപരമായിട്ടും ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് വന്നത് ആരെയാണ്? രാധിക ശരത് കുമാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലേഡിയാണ്. മാമിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ മാമിൻ്റെ ആറ്റിറ്റ്യൂഡ്സ്, മാമിൻ്റെ ബിസിനസ്, മാമിൻ്റെ ആക്ടിങ് ഭയങ്കര ശക്തിയായ സ്ത്രീയാണ്. ആണ് സമൂഹം എത്ര എന്ത് പറയുന്നു എന്നുള്ളതിലല്ല കാര്യം, ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. എന്നെ പല രീതിയിൽ കാണാമല്ലോ. സരിതയ്ക്ക് ഒരു രീതിയിൽ കാണാം, ക്യാമറമാൻ ചേട്ടൻ ഒരു രീതിയിൽ കാണാം, ആ ചേച്ചിക്ക് ഒരു രീതിയിൽ കാണാം. ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവിലല്ലേ നമ്മളെ കാണാം. നമ്മളെന്താണെന്നുള്ളത് നമ്മളറിയുക, ദൈവം അറിയുക, നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും കോർ ലെവലിലുള്ള ആൾക്കാരറിയാം. ഇനഫ്. പലർക്കും പല അഭിപ്രായം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ രാധിക മാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തമിഴ് ഇൻഡസ്ട്രി വളരെ ഇഷ്ടമാണോ മാമിന്? തമിഴ് ഇൻഡസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട് എനിക്കിഷ്ടമാണ്, തമിഴ് കൾച്ചർ എനിക്കിഷ്ടമാണ്. തമിഴ്നാട്ടിലെ എല്ലാവരും പറയും എന്തോരം മോശം പാടാണ്, എനിക്കത് ഇഷ്ടമാണ്. തമിഴ് ലാംഗ്വേജ്, തമിഴ് പാട്ട്, തമിഴ്നാട്ടിലെ ആൾക്കാരുടെ സ്നേഹം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് അവർ ഒരാളിനെ പോലും എന്നമ്മാ എന്നെ സാർ അത് ആ ചോദിക്കുന്ന ആ ചോദ്യത്തില് എന്ത് സ്നേഹമാണ് അവർക്ക്. അവിടെ മോശമില്ല, എല്ലായിടത്തും മോശക്കാരും നല്ലവരുണ്ട്. പക്ഷെ അവരുടെ പെരുമാറ്റം, നമ്മളോട് കാണിക്കുന്ന സ്നേഹം, പിന്നെ ഭാഷ,
അടുത്ത പാട്ടുകൾ ഇപ്പോഴും അതെ ഇപ്പോഴും അവിടെ ഉള്ള പാട്ടുകളുടെ വരികളുടെ അർത്ഥം സൂപ്പറായിരിക്കും. അതുകൊണ്ട് തമിഴ് ഇൻഡസ്ട്രി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വീണ്ടും തമിഴിൽ എന്തെങ്കിലും ശക്തമായ ഒരു കഥാപാത്രം വരണമെന്നൊക്കെ ആഗ്രഹമില്ലേ? പിന്നെ വരുമായിരിക്കും, സാധിക്കട്ടെ. അതെ ഇപ്പോഴും ചിങ്ങം എന്ന് പറയുന്നത്, ഓണം എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷ. അതെ അതെ തീർച്ചയായിട്ടും, വാക്ക് പൊന്നാവട്ടെ. നമുക്ക് വീണ്ടും നാട്ടിലോട്ട് പോവാം. പിന്നെ കൊല്ലം നാട്ടിലേക്ക്. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ആ കൊല്ലത്തെ ആ ഒരു ഓണത്തിന് ഭയങ്കര വ്യത്യാസമല്ലേ? മിസ് ചെയ്യും. ഞാനിവിടെ ട്രിവാൻഡ്രത്തിട്ടൊരു 23-24 ഇയേഴ്സ് ആവുന്നു. ബട്ട് ബാല്യം ഭയങ്കര സുഖം. അതാണ് ശരിക്കുള്ള ഓർമ്മ. തിരുവനന്തപുരത്തിന് എന്താ പറയുക, ഓണാഘോഷ പരിപാടി ഈ സർക്കാരുമായി ബന്ധപ്പെട്ട, പിന്നെ കുറേ പർച്ചേസിങ്, ആളുകളുടെ ബഹളങ്ങള്, പിന്നെ ഇവിടുത്തെ ഇഷ്ടമുള്ളൊരു കാര്യം സദ്യ വിളമ്പുമ്പോൾ ഇവിടെ ഭയങ്കര പ്രോപ്പറാണ്. സദ്യക്കൊരു അല്ലല്ല, അതായത് പിന്നെ മാങ്ങ, നാരങ്ങ, ഇഞ്ചി, ഇങ്ങനെ ഓർഡറാണ്. ഈ കൾച്ചർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ആ ഓർഡർ, സദ്യയുടെ ഓർഡർ, പിന്നെ ബോളിയും പിന്നെ പാൽപ്പായസവും, അത് ഇവിടുത്തെ കോമ്പിനേഷനാണ്. അത് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. ഈ ഭൂമിയുടെ ഏതറ്റത്ത് പോയാലും നമുക്ക് അതുമായിട്ടാണ് കണക്റ്റഡ് ആവുക. അപ്പം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള മാനസികാവസ്ഥ നൽകിയിട്ടുള്ള ഓണങ്ങൾ എൻ്റെ ബാല്യമാണ്. അത് കൊല്ലത്താണ്. കൊല്ലത്തിൻ്റെ കൾച്ചർ വേറൊന്നാണ്. ഈ പറഞ്ഞ പോലെ 1 മാസം മുമ്പേ നമ്മൾ മാങ്ങ ഇട്ട് വയ്ക്കുക, നാരങ്ങ ഇട്ട് വയ്ക്കുക, ഉപ്പേരി ഉണ്ടാക്കുക, പിന്നെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക. ഇങ്ങനെ അല്ലേ നമ്മൾ ശരിക്കും തളിച്ചിട്ട് അവിടെ ഈ ഓണത്തപ്പനൊക്കെ ഉണ്ടാക്കി പരിസരത്തുള്ള പൂക്കളൊക്കെ കൊണ്ടിട്ട് കർക്കിടക മാസം 31-ാം തീയതി ആടിയറുതിയൊക്കെ അല്ലേ? ഞാനത് ഇവിടെ കണ്ടിട്ടില്ല. നമ്മുടെ അവിടെ നമ്മൾ ഈ ആടിയറുതിയൊക്കെ വൃത്തിയാക്കി ചിങ്ങം 1-ാം തീയതി മുതൽ നമ്മൾ പുതുവത്സരം എന്നുള്ളൊരു ലെവലിലാണ് നമ്മൾ. അന്നു മുതൽ നമ്മൾ ഓണത്തിന്റെ പ്രിപ്പറേഷൻസാ അല്ലേ? അപ്പൊ ആ ഒരു ഫീല് അത് കൊല്ലം. നമുക്കൊന്ന് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. ദൈവം അനുഗ്രഹിച്ച ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം പ്രിയപ്പെട്ട കൊല്ലംകാരി, പ്രിയപ്പെട്ട അഭിനേത്രി, എന്താ പറയാ, ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി സന്തോഷം. കാരണം നമ്മൾ രണ്ടും കൊല്ലംകാരാകുമ്പോൾ കൊല്ലത്തിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു കൂടുതൽ സന്തോഷമുണ്ടല്ലോ. അതൊരു ഭയങ്കര പറഞ്ഞതുപോലെ ഒരുപാട് വിശേഷങ്ങളും അതുപോലെ ഇനി വരുന്ന നല്ല നല്ല വിശേഷങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ വരണം. തീർച്ചയായിട്ടും എന്നെ വിളിക്കും, വരാം. അപ്പോൾ ഈ ഒരു വർഷം നിറയെ സൗഭാഗ്യങ്ങളൊക്കെ തേടി വരട്ടെ. തിരിച്ചും ആശംസിക്കുന്ന എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.